ഫണ്ണിയായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടി വാങ്ങണോ? ഇതിന് നമ്മളെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഇടാം. ഇത്രയും വേണ്ടല്ലേ, കുറച്ച് കുറയ്ക്കാം. തേക്കാൻ പറ്റുന്നില്ല, നമ്മള് വഴക്കാം. പലതരത്തിലുള്ള പ്രാങ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, കണ്ടിട്ടുമുണ്ട്, ഊക്കി വിട്ടിട്ടുമുണ്ട്. അതാണല്ലോ നമ്മുടെ ചരിത്രം. ഇപ്പൊ കുറച്ചായിട്ട് ആ സൈസ് ഒന്നും നമ്മൾ എടുക്കാത്തതാണ്. പക്ഷെ ഇന്നലെ വെറുതെ ഒന്ന് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് ഒരു പ്രാങ്ക് വീഡിയോ കണ്ടു മക്കളെ. സംഭവം കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ റിയാക്ട് ചെയ്യാതെ വിടാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ തുടങ്ങാലോ നമുക്ക്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ഷെഡിക്കുള്ളിലെ നീറുന്ന സ്വപ്നങ്ങൾ. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? ആ പേരിന് പിന്നിലെ ഗുട്ടൻസ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം ആ പ്രാങ്ക് വീഡിയോയുടെ ചെറിയ ഭാഗം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. വിഷ്ണുവേട്ടൻ കുളിക്കാൻ കയറിയേക്കാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിട്ട് കുറേ നാളായിട്ട് ഞാൻ ചെയ്യണം എന്ന് കരുതിയതാണ്. അപ്പം ഞാൻ കരുതി ഇന്നിപ്പോൾ പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കാന്ന്. എന്നെ പറ്റിച്ച് വിഷ്ണുവേട്ടൻ ട്രിവാൻഡ്രത്ത് പോവാണ്. അപ്പം എനിക്കിട്ട് എന്തുമാത്രം പണി വന്നേക്കുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയ പണി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇല്ല, എനിക്ക് ധൃതി പിടിച്ചിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഫണ്ണി ആയിട്ട് തന്നെ എടുക്കാവുള്ളൂ. ഭയങ്കര ഫണ്ണി ആയിട്ടൊരു കാര്യമാണ്, വേറെ ഒന്നുമല്ല. ഒന്നും കരുതല്ല കേട്ടോ, എനിക്ക് ഒരു ഇതിനകത്ത് കണ്ടത് ഞാൻ അതുകൊണ്ട് ചെയ്യുന്ന കേട്ടോ. ഫണ്ണിയായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. നമ്മൾ മുളക് പൊടി വാങ്ങണോ? അങ്ങനെ അടിച്ചു കയറി വാ. അത് പൊളിച്ച് ചേച്ചി, ഒന്നും പറയാനില്ല. ഒരു പ്രാങ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതാണ് മക്കളെ ശരിക്കും പ്രാങ്ക്. നിങ്ങൾ പൊളിക്ക് ചേച്ചി, നമ്മളെ വക ഫുൾ സപ്പോർട്ട് ഉണ്ട്. മുളക് പൊടി അല്ല, വല്ല നായ്ക്കൊരണ പൊടി ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് പൂക്കട്ടെ കാവടി. പൂക്കട്ടം കട്ട് ചേച്ചിയുടെ മുഖത്ത് ആ സന്തോഷം നോക്കി. നിങ്ങള് ഹസ്ബൻഡിന് എന്തോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പോണ പോലെ ഉണ്ട് അല്ലേ? ചേച്ചിയെ ജീവിതസഖിയായി കിട്ടിയ ചേട്ടന് ഒരു ഭാഗ്യം, മുജ്ജന്മ സുഹൃത്ത് എന്നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ. എന്തായാലും ബാക്കി കൂടി കണ്ടോക്കാം. ഇവിടെ ഞാൻ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഇത് നമുക്ക് അതിനകത്ത് ഡ്രസ്സ് എടുത്ത് വെക്കാം. വേഗം നമുക്ക് മുളക് പൊടി എടുത്തില്ല. എന്താവും റിയാക്ഷൻ ഒന്നും അറിയില്ല. ഭഗവാനെ കാത്തോടെ രക്ഷിക്കണേ. വേഗം വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മുളക് പൊടി എടുത്തു കേട്ടോ. ഇതിന് നമ്മളെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി ഇടാം. ഇത്രയും വേണ്ടല്ലേ, കുറച്ച് കുറയ്ക്കാം. നിങ്ങൾ അതിന് നിക്കല്ലേ, കുറയ്ക്കാനൊന്നും നിക്കല്ലേ. എന്ത് പണിയാ ചേച്ചി കാണിച്ചത്? ഇതൊരുമാതിരി ചതിയായി പോയി. നിങ്ങൾ 1-2 സ്പൂൺ ഏറിടുന്ന്. ഇതിപ്പോ ആകെ ഒരു സാമ്പാറിനുള്ള മുളക് പൊടിയിലായിട്ടുള്ളൂ. ഇങ്ങനെ സാമ്പാർ മാത്രം മതിയോ? കടിച്ചു പറിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നല്ലോണം മുളകൊക്കെ തേച്ച് പിടിപ്പിച്ച് ചുട്ടെടുക്കേണ്ട നമുക്ക്. അതുകൊണ്ട് കുറച്ചും കൂടി നിട്ടാട്ടെ. എന്റെ കയ്യില് മുളക് പൊടി ഇരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡ് പോലും എടുക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് മുളക് പൊടി ഇടാം. എനിക്ക് സ്റ്റാൻഡൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തം ഞാൻ മുളക് പൊടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡ് എടുത്തിട്ട് ഫോൺ പിടിക്കാൻ പറ്റിയില്ല. കൊച്ചു അടുത്തുള്ളതുകൊണ്ട് മുളക് പൊടി ആയിട്ട് പേടി. അപ്പോൾ ഇത് മൊത്തം മുളക് പൊടി അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം അവിടെ കൊണ്ടുപോയി അയൺ ചെയ്തിടത്തേക്ക് വെക്കാം. നമ്മളിത് ക്യാമറയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷാൻ്റെ പാൻറ്റീസും ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വിഷാൻ ഇപ്പോൾ വരും. എന്താ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട ആവശ്യമില്ല ചേച്ചി. നമ്മൾ ഫുൾ ഫൺ മോഡിലാണ്. നമ്മൾ ഫണ്ണായിട്ടേ എടുക്കൂ. ഇതിലും വലിയ ഫണ്ട് സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചേച്ചിന്റെ ഈ ഫണ്ണൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. ഞങ്ങളുടെ ജീവിതം തന്നെയായി. ചേച്ചി ധൈര്യമായിട്ട് പണി ഒടുങ്ങിക്കോ. വിഷ്ണുവേട്ടനെ നമുക്കിന്ന് സ്വർഗം കാണിക്കണം. ആഹാ, ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരാണ് മക്കളെ. ബാക്കി കണ്ടോക്കാം. ആയോ ഈ സമയം പോയില്ലേ? ഈ ജീൻസ് വേണം, എനിക്ക് ഇഷ്ടമല്ല. ഇട്ടിട്ട് പോവല്ലേ, ഇഷ്ടപ്പെടാത്ത കിട്ടാൻ. ആ ബ്ലാക്ക് ജീൻസ്, ഈ ബ്ലാക്ക് ജീൻസിന്റെ ഏത് ഈ ബ്ലാക്ക് ജീൻസ് എന്തോ പെയിന്റ് കൊണ്ടോ? എനിക്ക് എന്റെ ഫേവറേറ്റ് ജീൻസാണ്. സമയം പോയി. സമയം പോണോ? രണ്ടും ഇട്ടിട്ട് പോവല്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. ദൈവം വിഷുവിനെ ശിക്ഷിക്കിപ്പോ. ദൈവത്തിന്റെ ശിക്ഷ അതികാഠിന്യവും വൈകാരികവുമായിരിക്കും.
അങ്ങനെ തന്നെ നല്ലോണം തട്ടി സ്പ്രെഡ് ആക്കി ചേച്ചി, എന്നാലേ അത് എല്ലാ ഭാഗത്തും നല്ലോണം മസാല പിടിക്കത്തുള്ളൂ. ആ ചെടിക്ക് ഒരു വായ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഉറക്കെ കരയെങ്കിലും ചെയ്യുന്നു. എന്റെ ചെടി മുത്തപ്പന്മാരെ കാത്തോളിനെ എന്തായാലും ഞാൻ ലാഗ് അടുപ്പിക്കല്ലേ ചേച്ചി. എല്ലാരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇനി കാട്ടി തീയിൽ നീറിപ്പുകയുന്ന കശുവണ്ടി മാവിന്റെ രോദനം കേൾക്കേണ്ട നമുക്ക് ബാക്കി വിട്ടിട്ട് വരാം. നിന്നെ കൈ വെച്ചിട്ട് എനിക്ക് തേക്കാൻ പറ്റില്ല കുഞ്ഞേ. നമ്മള് വഴക്കാൻ വിഷയട്ടാ. നമ്മള് വഴക്ക തേക്കാൻ പറ്റുന്നില്ല, തേക്കാൻ പറ്റുന്നില്ല. നമ്മള് വഴക്കാം. നീ അഡ്ജസ്റ്റ് ചെയ്യാൻ Oh no! ഞാനിപ്പോ വരാമേ. എന്നാ നീ ഒന്നും നോക്കാറില്ലേ? ഇത് എന്താണ് ഇത് മുളക് പൊടി? എവിടെ നിന്റെ നമുക്ക് തുറന്നാണല്ലോ. ഞങ്ങള് പറഞ്ഞാണല്ലോ രശ്മി. എന്നാന്നേ നീ ഒക്കെ നോക്കി വെച്ചൂടെ? എവിടെ മുളക് പൊടി? എന്തിനാ? നിന്റെ തലയില് എന്നായി ഇതെന്നതില് മുളക് പൊടി പറഞ്ഞോ, തമാശ അടിക്കില്ലോ. ചേടാ പ്രതീക്ഷിച്ച പോലെ ഒരു പഞ്ച് കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് ചേച്ചി ചെടിക്കുള്ളിൽ കൊണ്ട് കമ്മിറ്റ് ചെയ്ത്, അല്ല ആ എരിപിരി കിട്ടിയില്ലല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അമിത പ്രതീക്ഷ വെച്ചാലുള്ള പ്രശ്നം. വിഷ്ണുട്ടനെ സ്വർഗം കാണാനുള്ള ഭാഗ്യമില്ല എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഞാൻ ചേച്ചിനെ ധൈര്യം സമ്മതിച്ചു കേട്ടോ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നുണ്ടോ? ചേച്ചിന്റെ ആ ചിരിച്ചിട്ടുള്ള നിപ്പ് കണ്ടില്ല നിങ്ങള്? പാവം ആ വിഷ്ണു ചേട്ടന്റെ അവസ്ഥ ആലോചിക്കുമ്പോ എവിടേക്കോ നീറുന്നു. അങ്ങനെ വിഷ്ണുട്ടൻ പോയി കഴിച്ചിട്ട് വിഷ്ണുട്ടൻ ട്രിവാൻഡ്രം പോയി കഴിഞ്ഞിട്ട് ഔട്ടർ എടുക്കുന്ന വിഷ്ണുവിന് എന്റെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി പ്രാങ്കാന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ക്യാമറ ഒന്നും കണ്ടുപിടിച്ചില്ല. ഞാൻ പറയാനൊന്നുമില്ല, എന്റെ പൊന്നെ എന്നെ ഇനി കൊന്നാലോ എന്ന് കരുതി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതേ പോയി. എന്റെ ഈശ്വര ഇവളെന്നെ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ചുമ്മാ ഒരു രസത്തിനെടുത്ത് ഞാൻ ഒരു ഹിന്ദി ചാനലിനകത്ത് കണ്ട. അപ്പം ഞാൻ കരുതി വിഷ്ണുവിനെ എന്നെ ഇട്ടിട്ട് പോവുകയാണ്. എൻ്റെ അപ്പം ഇന്ന് ഒരു ചലഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വിഷ്ണുവിനെ വിട്ടിട്ട് പോവാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല വിഷ്ണുവിടെ പോയി പെട്ടെന്ന് ജോലിയുടെ ആവശ്യത്തിന് പോയതാണ്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ ചുമ്മാ അപ്പത്തേക്കിനും തട്ടി കൂട്ടിയായിട്ട് പെട്ടെന്നായിട്ട് പെടി സ്റ്റാർട്ട് ചെയ്യുന്ന എടുത്ത വീഡിയോ കുളിച്ചിട്ട് വരുന്നതിന് മുമ്പ്. അപ്പം എല്ലാവർക്കും ഫണ്ണി ആയിട്ട് എടുക്കണം കേട്ടോ. ജസ്റ്റ് ഫണ്ണി, പാവല്ല ഞാൻ, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ചേച്ചിക്ക് എത്ര ലൈക്ക് വേണോ? എത്ര വേണേലും എടുത്തോ. എന്തായാലും ചേച്ചി ഒന്ന് തിരുവനന്തപുരം വരെ പോയതിന് ചേട്ടന്റെ ഷെഡിയിൽ ചേച്ചി മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഗൾഫിലോ മറ്റോ പോവാണെങ്കിൽ വിഷ്ണുട്ടിനെ വെട്ടി പീസാക്കി ഉപ്പിലിട്ട് വെക്കല്ലോ ചേച്ചി. ഭാര്യ ആയാലും ഇങ്ങനെ തന്നെ വേണം. ഭർത്താക്കന്മാർ അങ്ങനെ ഒറ്റയ്ക്ക് ട്രിപ്പ് പോയി അടിച്ചു പൊളിക്കേണ്ടല്ലേ. എല്ലാ ഭർത്താക്കന്മാർക്കും ഇതൊരു പാഠമായിക്കോട്ടെ. അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നിട്ടില്ലെങ്കിൽ മുളക് പൊടി പ്രയോഗം പോലുള്ള പല ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് മക്കളെ. പുകച്ച് വിടും പറഞ്ഞേക്കാം. അപ്പൊ ജോക്സ് അപ്പാർട്ട്, ഒരു കാലത്ത് യൂട്യൂബ് മൊത്തം ഇതുപോലത്തെ അപരാധം പിടിച്ച പ്രാങ്ക് വീഡിയോസ് ആയിരുന്നു അല്ലെ. എല്ലാരും കൂടി പിടിച്ച് റോസ്റ്റ് ചെയ്തപ്പോ കുറെ ഒക്കെ ഇല്ലാണ്ടായിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രാങ്കുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാന്ന് വെക്കാം. ഇത് തന്നെ നോക്കി നിങ്ങള് ഷെഡിന്റെ ഉള്ളിലൊക്കെയാണ് മുളക് പൊടി വെക്കുന്നത്. ഇനിയിപ്പോ രണ്ടാളും കൂടി പ്ലാൻ ചെയ്താണെന്നും അറിയില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുളക് പൊടി വിതറി ഷെഡ് ഇട്ടുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആവുന്നുണ്ട്. ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. പ്രാങ്ക് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് വെച്ചാൽ എന്താ പറയാ. അപ്പൊ ഇനിയും ഇതുപോലെ നീറുന്ന കഥകൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.